ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേക്കേഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ പാക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ പോയി കാണാം. അപ്പോൾ ധ്രുക്കുട്ടി റെഡി ആയിട്ട് അവൾ ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പാക്ക് ചെയ്താൽ നമ്മുടെ സ്യൂട്ട് കേസൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അധികം ദൂരം ഇല്ല, ഒരു ഏകദേശം അടുത്താണ്. അപ്പോൾ നമ്മൾ പോയത് ചെറായി ബീച്ച് റിസോർട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ചേട്ടനാണ് ഓൾറെഡി ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. പെട്ടെന്ന് അടുത്തൊരു തീരുമാനമായിരുന്നു, മുൻകൂട്ടി പ്രീ പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ടാണ് അടുത്തുള്ള പ്ലേസ് നമ്മൾ സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ എത്തി ചെക്ക് ഇൻ ടൈം ഒരു 2 മണിക്കാണ്. അപ്പോഴേക്കും ധ്രുക്കുട്ടിക്ക് എണീറ്റ് നല്ല ഉഷാറായിട്ട് ടാറ്റയൊക്കെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സെക്യൂരിറ്റിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ നിന്ന് ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇതാണ് കേട്ടോ ആംബിയൻസ്. എന്ന് പതുക്കെ കാണിച്ചു തരാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കിളികളുടെ കളകളാരവും ഒക്കെ കേൾക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഉച്ച സമയമായിക്കൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ആ സമയത്തേക്ക് വന്നിട്ടില്ല, കാരണം ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് അവിടെയുള്ള റൂമൊക്കെ ഇപ്പോൾ വേക്കൻ്റ് ആയിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. അപ്പോൾ ഞങ്ങളുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരഞ്ഞെടുത്തത് ഈ ഒരു പോർഷനിൽ, അതായത് നമ്മൾ ഈ കായലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പോർഷനിലേക്കാണ് കേട്ടോ. ഈ റൂമാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ഒരു 3 റൂംസ് ഒരുമിച്ച് വരുന്ന രീതിയിലാണ്. അപ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. ഒരു തറവാട് സ്റ്റൈലിലൊക്കെയാണ് ഈ ഒരു പോർഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെറൈറ്റീസ് ഓഫ് റൂംസ് ആ ഭാഗത്തുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ റൂമിൻ്റെ ഇതിനനുസരിച്ചാണ് അവിടെ റേറ്റ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മളെടുത്ത റൂമിന് ഒരു 1 ഡേക്ക് വരുന്നത് ഒരു 5,000 അടുത്താണ് വരുന്നത്. അപ്പോൾ അങ്ങനെ കയറിയിട്ടാ റൂമിലേക്ക്. അപ്പോൾ കിടക്കടി കിടക്ക് കേട്ടാ. ഞാനിത് മുന്നേ പണിക്കാരി ഇത് ഭയങ്കര ഹൈറ്റ് താഴത്തേക്ക് നേരത്ത്. അങ്ങനെ അച്ഛനും മോളും കളിയും ചിരിക്കുകയാണ്. അതൊന്ന് കംഫർട്ടാക്കാൻ നോക്കിയതാണ് അവളാനായിട്ട്. അപ്പോൾ ഞാനൊന്ന് വ്യൂ ഒന്ന് നോക്കുകയാണ്. നമ്മൾ വാതിൽ തുറന്നു വരുമ്പോൾ ഈ ഒരു വ്യൂ ആണ്. അപ്പോൾ നല്ല നട്ടപ്പറ വെയിലും നല്ല ചൂടൊക്കെ കാരണം നമ്മൾ കുറച്ചൊന്ന് വെയിലാറുമ്പോഴേക്കും നമ്മളൊന്ന് വേഗം നമ്മുടെ ബീച്ച് നമ്മുടെ ചെറായി ബീച്ച് തൊട്ടപ്പുറത്ത് തന്നെയാണ്, ഒരു റോഡ് കിടന്നപ്പുറത്താണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ നല്ല മഴയ്ക്ക് ഇവിടെ കാർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അറിയാറുണ്ട് ചെറായി ബീച്ച് അടിക്കാൻ വന്നിരിക്കുന്നത്. പൂളിക്ക് ഇറങ്ങാനൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ അപ്പോൾ ധ്രുക്കുട്ടി വരുന്ന വഴിക്ക് ഫുഡ് കഴിച്ചാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഫുഡ് കൊടുക്കാൻ വെച്ചിട്ട് ചേട്ടനോട് പറയാനുണ്ട് ധ്രുക്കുട്ടീനെ കൊണ്ടുവരാൻ. അപ്പോൾ ചേട്ടൻ പറയാനും കൂടി വാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കുള്ള ഒരു വഴിയാണ്. പുള്ളിനെ നേരെ ഓപ്പോസിറ്റ് തന്നെ വേറൊരു റൂം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി ആളുണ്ട് അവിടെ. അപ്പോൾ ധ്രുക്കുട്ടി നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ അവിടെ അങ്ങനെ ഇരുന്നു. കാരണം ചേട്ടൻ പൂളിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു കേട്ടോ. ചേട്ടനെ പൂള് കണ്ടാൽ മുതലയിൽ ഇറങ്ങണമെന്നൊരു വിചാരമുള്ളൂ. അപ്പോൾ അവരത് ക്ലീൻ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടനെടുത്ത് ചാടി. അപ്പോൾ നീന്തലൊന്നും അറിയില്ല, ഫുൾ പ്രഹസനാണ്. അവളെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പൂളിൽ പുള്ളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പിന്നെ ഇവൾക്ക് ഫുഡ് കൊടുക്കണ കാരണം ഞാനതിൽ ഇറങ്ങിയില്ല. പിന്നെ അവളെന്നെ ആരെയും നോക്കാനും വേണ്ട, എല്ലാവരും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഇറങ്ങിയില്ല. അപ്പോൾ ചേട്ടൻ എൻജോയ് ചെയ്തോട്ടെ വിചാരിച്ചു. സമയമുണ്ടല്ലോ, വന്ന് കയറിയല്ലേ ഉള്ളൂ. അപ്പോൾ ചേട്ടൻ ഒന്നും നോക്കാണ്ട് എടുത്ത് ചാടി. അപ്പോൾ ഞാനിത് ധ്രുക്കുട്ടി ഒരു ഓരത്തിരുന്ന് ഇങ്ങനെ അച്ഛൻ അവിടെ മുങ്ങിത്താഴ്ന്ന് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ പറഞ്ഞു ചേട്ടനടുത്ത് ഞാൻ ഫുഡ് കൊടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡ് കൊടുക്കാൻ പോയി. ബാക്കി ഇപ്പോൾ ഈ വീഡിയോ എടുത്തിരിക്കുന്ന ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ പിന്നെ വരികയാണ്. അപ്പോൾ നല്ലൊരു കാമായിട്ടുള്ള പ്ലേസാണ് കേട്ടോ. അപ്പോൾ ഞാനും ധ്രുക്കുട്ടി അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ധ്രുക്കുട്ടിയുടെ ഫുഡ് കൊടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പകുതി സമാധാനമായി. ഇനി ബാക്കി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണതൊരു ഉള്ള ടാസ്ക്കാണ് അടുത്തത്. അപ്പോൾ ധ്രുക്കുട്ടി ഭയങ്കര വീട്ടിലെ പോലെ അവിടെ ഫുള്ള് കളി കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അവളുടെ ടോയ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി പാക്കിങ്ങിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് അവിടെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത് തന്നെ ലില്ലി പുട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൻ്റെ
ഒരു ഇത് തന്നിട്ടുണ്ടായിരുന്നു അവർ. ഫുഡ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ഓർഡർ ചെയ്യാനായിട്ടുള്ള ഒരു മെനു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വെച്ച് നോക്കുകയാണ് കേട്ടോ, എന്തായാലും ഓർഡർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കുകയാണ്. പക്ഷെ നമ്മൾ അതൊന്നും ഓർഡർ ചെയ്യില്ല, പകരം ചേട്ടൻ സൊമാറ്റോന്ന് എന്തോ വേറെ എന്താണോ ഓർഡർ ചെയ്തത്. അങ്ങനെ തന്നെ ഞങ്ങൾ ഫുള്ള് ചില്ല് ചെയ്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്റ്റേ വെക്കേഷൻ എന്ന് പറഞ്ഞ സംഭവത്തേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്, അതൊരു കുട്ടിയായിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഫുഡ് വന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫിഷ് ബിരിയാണിയും അതുപോലെ തന്നെ ഫിഷ് ബിരിയാണി, 2 ഫിഷ് ബിരിയാണി, ഒരു ഫിഷ് ബിരിയാണി, പിന്നെ ഒരു ചെമ്മീൻ ബിരിയാണിയും, പിന്നെ ബീഫ് ഇടിച്ചത്, അങ്ങനെ എന്തോ 2 സാധനങ്ങളാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവർ ഓർഡർ തന്ന ഹോട്ടലത്തെ മീൻ നമ്മൾ യൂസ് ചെയ്തില്ല, പകരം ഞാൻ പറഞ്ഞത് സൊമാറ്റോന്നാണ് വാങ്ങിച്ചത്. സത്യം പറയാമല്ലോ ഗൈസ്, ഫ്ലോപ്പായിരുന്നു 2 ബിരിയാണീസ് കേട്ടോ. അതിൽ നമ്മൾ ബിരിയാണി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ശരിക്കും പറഞ്ഞൊരു മീൻ കറിയിൽ നിന്ന് മീനെടുത്ത്, അല്ലെങ്കിൽ ചെമ്മീൻ കറിയിൽ നിന്ന് ചെമ്മീൻ കറി പുളിയിട്ട് വയ്ക്കില്ലേ, അതിൽ നിന്ന് അതെടുത്ത് ബിരിയാണിയിലിട്ട് എങ്ങനെ ഇരിക്കും, അതേപോലത്തെ ഒരു ടേസ്റ്റുള്ളൊരു ബിരിയാണി മസാല എന്ന് പറയുന്നത്. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പുള്ള കാര്യം ഞങ്ങളത് തിന്നു. അപ്പോൾ അത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആംബിയൻസ്. നമ്മളിങ്ങനെ പുറത്തൊരു ആംബിയൻസിലിരുന്ന കായലൊക്കെ കണ്ട് ഫുഡ് കഴിക്കുന്ന രസമുണ്ടായിരുന്നു. പിന്നെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ധ്രുവക്കുട്ടീനെ കൂടി ശ്രദ്ധിക്കണമായിരുന്നു. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞപ്പോൾ ധ്രുവക്കുട്ടി ഞങ്ങളെല്ലാം കൂടിയിട്ട് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും വെയിലൊക്കെ ഒന്ന് ആരോഗ്യിച്ച് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ബീച്ച് സൈഡിലേക്ക് പോകണം. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് തന്നെ ഇടുന്നത്, വെള്ളത്തിലാവണമെങ്കിൽ ബുദ്ധിമുട്ട് ആവേണ്ടാച്ചിട്ടാണ്. ഇത് ചേട്ടനൊരു പഴയ ഒരു ബനിയാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ പോകാനുണ്ട്. ഈ റോഡ് കടന്ന് നേരെ വരുന്നത് ബീച്ചാണ് കേട്ടോ. ഞാൻ സൺസ്ക്രീമൊക്കെ പറ്റിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഞാൻ സൺസ്ക്രീൻ പറ്റുന്ന ആളല്ല. എൻ്റെ ഫ്രണ്ട് യമനി ഉണ്ട്, അപ്പോൾ അവൾ പറഞ്ഞപ്പോഴാണ് കേട്ടോ സൺസ്ക്രീമൊക്കെ അതുകൊണ്ട് ഉപയോഗിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ട് ഞാൻ സൺസ്ക്രീൻ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറ്റിയിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഈ നമ്പർ യൂസ് ചെയ്തിട്ട് വരട്ടെ, നല്ല കൊള്ളാം. വെയിലത്തന്നെ പോയിരിക്കും. അപ്പോൾ വെയിലൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞ് വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ പക്ഷേ കുട്ടിക്ക് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. അവൾക്ക് പണ്ട് ഇതുപോലെ കടലിൽ കാണിക്കാൻ കൊണ്ടിട്ട് അവൾക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഈ കടലിൻ്റെ സൗണ്ട്, അതിൻ്റെ ഒരു ഇതൊന്നും അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൾ ഭയങ്കരമായിട്ട് പേടിച്ചു. മെയിൻ കാര്യം സൗണ്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ആദ്യം വന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടി ഒരു പൊടിക്ക് എൻ്റെ മേത്തുനിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല പേടിച്ചിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഒരു പേടിയൊക്കെ ഒന്ന് കുറഞ്ഞു വന്നു. ഇപ്പോൾ വെയിലുള്ള കാരണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ചെറിയൊരു വെയിൽ. പക്ഷേ അപ്പോൾ ഞാനും കുട്ടിയും കൂട്ടിട്ട് അങ്ങനെ അവിടെ കടൽ തീരത്ത് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ അച്ഛൻ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കുട്ടിയോട് പലതും പറഞ്ഞ് അനുനയിപ്പിക്കുകയാണ്. അപ്പോൾ അച്ഛൻ അവിടെ മുങ്ങി താഴുന്നുണ്ട് കടലിൽ കേട്ടോ ആ നേരത്ത്. അങ്ങനെ കുട്ടി ഞാൻ പതുക്കെ അവളൊന്ന് ശാന്തമായപ്പോൾ അവളോട് ഞാൻ നടക്കാൻ വേണ്ടി പറയുകയാണ്, അവളോട് പേടിയൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ മണലിലൊക്കെ ഒന്ന് കളിച്ചു തുടങ്ങിയപ്പോൾ ആളൊന്ന് കൂളായി, വലിയ കുഴപ്പമില്ല. പിന്നെ കടലിൻ്റെ സൗണ്ടൊക്കെ ആളൊന്ന് അത് പിന്നെ ഇഗ്നോർ ചെയ്ത് തുടങ്ങി, പ്രശ്നമില്ല എന്നായിട്ടാ. അപ്പോൾ പതുക്കെ മണലിൽ നടക്കത്തിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നടപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോൾ ശരിക്കും ഞങ്ങൾ ആ ബീച്ചിൻ്റെ നടന്നിട്ട് ശരിക്കും ആ ബീച്ച് ഏരിയയിലേക്ക് പോയി, കറക്റ്റ് ആൾക്കാരൊക്കെ വരുന്ന ഏരിയയിലേക്ക് പോയി. അപ്പോൾ അവിടെ ഇപ്പോൾ ചേട്ടന് ഉപ്പിലിട്ടതൊക്കെ ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് ചേട്ടൻ അത് വാങ്ങിച്ചു. ഞാനത് തിന്നാറില്ല. പക്ഷേ പൈനാപ്പിൾ ഞാൻ വാങ്ങിച്ചു. പൈനാപ്പിൾ ഞാൻ തിന്നു നോക്കി. പിന്നെ ഞങ്ങൾ ചായയും ബജ്ജിയും അതുപോലെ തന്നെ നമ്മുടെ കോളിഫ്ലവർ വറുത്തൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ കണ്ടപ്പോൾ കുട്ടിക്ക് കുറച്ചും കൂടി സന്തോഷമായി. എല്ലാവരും ഉണ്ട്, ഇപ്പോൾ അതെല്ലാവരും കാണാൻ വരുന്ന സ്ഥലമാണെന്നൊക്കെ തോന്നലായി. മുമ്പിൽ കുറച്ചും കൂടി അഹങ്കാരവും കുറച്ച് സന്തോഷമൊക്കെ ആയി. അപ്പോൾ ഞാൻ കുട്ടിക്ക് വാങ്ങിച്ച ബോളാണ് കേട്ടോ കാണിച്ചത്. അവിടെ മെയിനായിട്ട് മലയാളീസ് അല്ല കൂടുതലായിട്ടാണ് കണ്ടത്, ഫുൾ നോർത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ തമിഴായിട്ടുള്ള ആൾക്കാരെയാണ് അവിടെ കണ്ടത്. തിരിച്ചു വന്നപ്പോൾ ചേട്ടൻ പൂളിലൊക്കെ കുളിച്ചിട്ടാണ് വന്നത്. ഞാൻ അതിലേക്ക് കുളിക്കാനൊന്നും പോയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടീനൊക്കെ കുളിപ്പിച്ച് ഉറക്കി, അവൾ ഉറക്കി എഴുന്നേറ്റ് ഫുഡൊക്കെ കൊടുത്ത് അപ്പോഴേക്കും നല്ലൊരു മഴ പെയ്ത് തോർന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു നൈറ്റ് സമയം 8:10. അപ്പോൾ കുട്ടീനെ ഡ്യൂട്ടി തന്നെ ഉറങ്ങായിരുന്നു. അപ്പോൾ അവളെ എണീറ്റിട്ട് ചെറിയൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി പുറത്തേക്കൊന്ന് ഇറങ്ങണം.
അപ്പോൾ ഇത് ഈ ഹോട്ടലിനാണ് കേട്ടോ, ഈ ഹോട്ടലിൻ്റെ മെനു ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, നമ്മുടെ റിസോർട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് തന്നെ കയറി. കുറേ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടേക്കാണ് കയറിയത്. അപ്പോൾ ധ്രുവക്കുട്ടി ഇത് അച്ഛനെ മെനു നോക്കാൻ സമ്മതിക്കണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് 2 വിദേശികൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ധ്രുവക്കുട്ടി നോക്കിയിട്ട് അവർ ഹായ് ഒക്കെ പറഞ്ഞു. പക്ഷേ ധ്രുവക്കുട്ടി തിരിഞ്ഞ് നോക്കിയില്ല. ധ്രുവക്കുട്ടി 4 ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ അവൾക്ക് കുറച്ച് ക്യൂട്ട്നെസ് വാരി അറിയുന്ന പരിപാടിയുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം വിചാരിച്ചു ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോന്നു. നല്ലൊരു ഒരു ആംബിയൻസ് ആയിരുന്നു ആ സമയത്ത് കേട്ടോ. മഴ പെയ്തിട്ട് ഇച്ചിരി തണുപ്പ്, ഇച്ചിരി കാറ്റ്, കായൽ, ഭയങ്കര വൈബുള്ള സമയം, നല്ലൊരു രസമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കുട്ടിക്കും ഇഷ്ടമായി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വേറെ എന്ന് പറഞ്ഞാൽ നമുക്കും സന്തോഷം. അപ്പോൾ ഇതാ ഈ ഒരു ചെറിയ രീതിയിൽ മിന്നലൊക്കെ ഉണ്ട് കേട്ടോ. മഴ അപ്പോൾ സമയത്ത് കാലാവസ്ഥ ഭയങ്കര മഴയും എന്തോ കാറ്റും കോളൊക്കെ ഉണ്ടാവുന്നതാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ പേടിച്ചു. നമ്മളിവിടെ വന്നിട്ട് ഫുള്ള് മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായില്ല. നമ്മൾ 1 ഡേക്ക് വേണ്ടിയല്ലേ വരുന്നത്. പക്ഷെ കുഴപ്പമുണ്ടായില്ല, മഴ നമ്മൾ അങ്ങനെ ചതിച്ചില്ല. അങ്ങനെ അവിടെ ഒക്കെ നല്ല രീതിയിൽ വൈബ് ചെയ്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ധ്രുവക്കുട്ടി അവിടെ കളിച്ചു. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ അത്യാവശ്യം നമ്മൾ വീട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ നേരം വൈകിട്ട് തന്നെയാണ് കിടന്നുറങ്ങിയത് കേട്ടോ. അപ്പോൾ നേരം വിളിച്ചായപ്പോൾ തന്നെ വളരെ നേരത്തെ തന്നെ ചേട്ടൻ എഴുന്നേറ്റു. ചേട്ടൻ എടുത്ത കുറച്ച് വീഡിയോസാണ് സൂര്യൻ ഉദിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ 7 മണിയപ്പോൾ ഞാനും ധ്രുവക്കുട്ടി എണീറ്റത് കേട്ടോ. ധ്രുവക്കുട്ടി അത്ര നേരത്തെ എണീക്കാറില്ല, പക്ഷെ എന്തോ ഭാഗ്യത്തിന് എണീറ്റു. നല്ല മൂഡിലാണ് എണീറ്റതും, ഹാപ്പി ആയിട്ടാണ് എണീറ്റത്. അപ്പോൾ ചേട്ടന് ഭാഗ്യത്തിന് നല്ല വ്യൂ കാണാനായിട്ട് പറ്റി. ഫോണിൽ കാണേക്കാളും കൂടുതൽ നല്ല രസമുള്ള വ്യൂ ആയിരുന്നു. പിറ്റേ ദിവസം നമ്മുടെ ചെക്കൗട്ട് ടൈം എന്ന് പറയുന്നത് 11 മണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം സമയം വേസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ ചേട്ടൻ നേരത്തെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുന്നത്. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. നല്ലൊരു കാമായിട്ടുള്ള പ്ലേസാണ്. നമ്മൾ ഫാമിലിക്ക് വന്നു നമുക്ക് ഒരു പ്രൈവറ്റായിട്ടൊന്ന് എൻജോയ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ഈ റിസോർട്ട് റാൻഡമായിട്ട് പിക്ക് ചെയ്തതാണ് കേട്ടോ. ചേട്ടൻ വേറെ റിസോർട്ടാണ് ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ പൂളില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ലാസ്റ്റ് മിനിറ്റ് ചേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു റിസോർട്ട് കിട്ടിയത്. പിന്നെ ഞാൻ പറഞ്ഞത് പ്രീ പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല. പെട്ടെന്ന് ഇന്ന് പോകാമെന്ന്, ഇപ്പോൾ നാളെ പോകാമെന്ന് വെച്ചാൽ ഇന്ന് നൈറ്റ് നമ്മൾ തീരുമാനിച്ച് അങ്ങനെ ഒരു പ്ലാനാണ്. അപ്പോൾ ധ്രുവക്കുട്ടി എൻ്റെ ഒപ്പം നേരെ അച്ഛൻ്റെ ഒപ്പം പൂളിൻ്റെ അവിടെ പോയിരുന്നു. അപ്പോൾ ഞാൻ ആ പൂളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റൂമിൽ കുറേ 2 പിള്ളേരായിരുന്നു. അപ്പോൾ അവരുള്ള കാരണം ധ്രുവക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവരുടെ കുറച്ച് ടോയ്സൊക്കെ വെച്ചിട്ട് പിന്നെ ധ്രുവക്കുട്ടി കളിക്കാൻ തുടങ്ങിയിട്ടാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേരതൊക്കെ വാങ്ങിച്ചുകൊണ്ടുപോയി. അവർ പേടിച്ചു പോയി. ഇനി ധ്രുവക്കുട്ടി അങ്ങനെ എടുത്ത് കൊണ്ടുപോകാൻ പേടിച്ചിട്ട് അവർക്ക് എടുത്തുകൊണ്ടുപോയി. പിന്നെ നല്ല വൃത്തിയൊക്കെയുള്ള സ്ഥലമാണ്, നല്ല സർവീസുമാണ്. അവർ പൂളൊക്കെ നല്ല പപ്പം ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എന്ത് വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ട് കൊണ്ടുവന്ന് തരിക. സർവീസും കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു, അത് പ്രത്യേകം പറയണം. അപ്പോൾ ധ്രുവക്കുട്ടി നല്ല എൻജോയ് ഒക്കെ ചെയ്ത് വരികയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇനി നമുക്ക് സമയധികം കളയാനില്ല, കാരണം ഇനി 11 മണിക്ക് പോകണം. അപ്പോൾ നമുക്കൊന്നുകൂടി ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ ഈ എണീറ്റ് വൈക്ക് തന്നെ ഞാൻ ധ്രുവക്കുട്ടി കുറച്ച് ഫുഡ് കൊടുത്തു കേട്ടോ. ധ്രുവക്കുട്ടിക്ക് ഫുഡ് കൊടുത്തു. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ധ്രുവക്കുട്ടീനെ കൊണ്ട് ഞങ്ങളിതാ ബീച്ചിലേക്ക് പോവാണ്. രാവിലെ ഒരു 8:30 സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ബീച്ചിലേക്ക് പോകണം. നമുക്ക് 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ ഒന്ന് പോയി വരാൻ ഭയങ്കര വെയിലുണ്ട്. അപ്പോൾ ഈ റോഡങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ഒരു ഷോർട്ട് കട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ ഷോർട്ട് കട്ട് വഴി പോകുന്നതാണ്. നമ്മുടെ മെയിൻ ബീച്ച് ഫേസ് വരുന്നത് വേറെ ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടൊന്ന് അർമാദിക്കാൻ വിചാരിച്ചു. പക്ഷേ ഇന്നലത്തെ അതേ നമ്മുടെ ധ്രുവക്കുട്ടിയുടെ സ്വഭാവം ഇളകി. അതായത് അവൾക്ക് പേടി, അവൾ കടലിറങ്ങാൻ സമ്മതിക്കുന്നത്. ഷെയ്ഡ് കിട്ടി കാരണം നമ്മളിവിടെ പേടിച്ചിട്ട് എന്നിട്ട് ക്യാമറ നമ്മുടെ മെത്തേക്ക് പിന്നെ ആൾക്കാർ രാവിലെ തന്നെ എണീറ്റിട്ട് വന്ന് കടലിൽ മുങ്ങി കിടക്കുന്നുണ്ടാവും. ഇതാ കാണുന്നത് നമ്മളെ റൂമിൻ്റെ അടുത്തുള്ളവരാണ്. അതിനിടയിൽ ഒരു എയറോപ്ലെയിൻ പോകുന്നുണ്ട്. പിന്നെ ധ്രുവക്കുട്ടീനെ അച്ഛൻ നിർബന്ധമായി കടലിലിറക്കാൻ ശ്രമിച്ചു. ധ്രുവക്കുട്ടി നല്ല കരച്ചിലായിട്ടാണ്.
അത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ട് പൂളിലൊന്ന് അർമ്മതിക്കാന്ന് വിചാരിച്ചു. ചേട്ടൻ്റെ വക കുറച്ച് സ്ലോ മോഷൻസും കുറച്ച് നീന്തണ പോലെ കാണിക്കലും നീന്തൊന്നല്ല കേട്ടാ, നീന്തൽ തീരെ അറിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്ലോ മോഷനിലൊക്കെ ഇട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയതാണ്. അപ്പോൾ നല്ല വീഡിയോസൊക്കെ നമ്മളങ്ങനെ എടുത്തു. അപ്പോൾ ഇത് ലാസ്റ്റ് ദിവസമായി, കാരണം നമുക്കിനി അധികം നേരം സമയം ഇവിടെ ചിലവഴിക്കാൻ പറ്റില്ല. 11 മണിക്ക് തന്നെ നമുക്ക് ചെക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് കുട്ടി ഓരത്തിരുന്ന് ഇങ്ങനെ ഇവിടെ വൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഈ സമയത്ത് ഭയങ്കര ഇഷ്ടമായി, പൂളിലേക്ക് വരാൻ ഭയങ്കര ഇഷ്ടമായിട്ട്. കടൽ അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. നമ്മൾ എല്ലാ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് വേറൊരു ഏരിയയിലാണ്, റെസ്റ്റോറൻറ്റ് പോലൊരു ഏരിയ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് സമയം 10 മണി കഴിഞ്ഞു കഴിക്കാം. അപ്പോൾ ഇതാ നമുക്ക് നല്ല ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഫ്രഷ് ജ്യൂസ് ഉണ്ടായിരുന്നു, ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ബ്രെഡ് ടോസ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വെള്ളയപ്പം, പിന്നെ കോഴിമുട്ടക്കറി. ഇതൊരു അധികം എരിവൊന്നും ഇല്ലാതെ നാളികേരപ്പാലൊക്കെ ഒഴിച്ച് വെച്ചൊരു കറിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ത്രൂക്കുട്ടിയും കൊടുത്ത്, എരിവൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ത്രൂക്കുട്ടിയും കൊടുത്തിട്ട്, അപ്പോൾ അവളും ഒരു 3-4 വായ കഴിച്ചു. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങി ഓടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എനിക്ക് അങ്ങനത്തെ വെള്ളയപ്പം മുട്ടക്കറി ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ഫ്ലേവർ കഴിക്കും പ്രത്യേകം നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓരോ റൂമിൽ നിന്ന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അതിൽക്കൂടി ഭയങ്കര കളിയായിട്ടാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. 11 മണിക്കായിരുന്നു നമ്മുടെ ചെക്കൗട്ട് ടൈം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ പിന്നെ കാണാം. അതുവരേക്കും ബൈ.